ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ മക്കത്തുണ്ടായിട്ടുള്ള നല്ലൊരു അനുഭവം നിങ്ങളോടും കൂടി പങ്കുവെക്കാനാണ് കേട്ടോ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ മക്കത്തെത്തിയതിന് ശേഷം ഞാനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന താത്തയും കൂടെ ഞങ്ങൾ ഇഷാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹെറമിലേക്ക് പോവുമായിരുന്നു കേട്ടോ. അങ്ങനെ ഹെറമിലേക്ക് പോയി ഞങ്ങൾ ഇഷാ നിസ്കരിച്ചു, തസ്ബീഹ് നിസ്കരിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കുറേ സമയം വൈകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മടങ്ങണ ടൈമിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ നിസ്കരിക്കാൻ പോണ ടൈമിൽ ഞങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടാറുണ്ട് കേട്ടോ. നിസ്കരിക്കാൻ പോണ ടൈമിൽ എന്നും ഞങ്ങൾക്ക് ഈത്തപ്പഴം കിട്ടാറുണ്ട്, അത് കഴിക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്ന് ഭയങ്കര ടയേർഡായിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ച്, പടച്ചോനെ ഒരു ഈത്തപ്പഴം കിട്ടിയിരുന്നെങ്കിൽ. എന്നും ഈത്തപ്പഴം കിട്ടാറുണ്ടല്ലോ, ഇന്നെന്താ ഈത്തപ്പഴം കിട്ടാഞ്ഞത്. അന്ന് വളരെ തളർന്നൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും താത്തയും കൂടെ റൂമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. റൂമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ വഴിയിലുണ്ട് ഒരു ഈത്തപ്പഴ കച്ചവടക്കാരൻ. ഞങ്ങൾ വെറുതെ ഞങ്ങൾ കയറിയിട്ട് ചോദിച്ച് എത്രയാണ് എന്നുള്ളതിൽ റേറ്റ് എത്രയാണ് എന്ന് ചോദിച്ച്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല റേറ്റായി തോന്നിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്ന് വേണ്ട. അങ്ങനെ തത്താനോട് ഞാൻ പറഞ്ഞു എന്നാൽ പോവാൻ നമുക്ക് പറഞ്ഞാൽ ഞങ്ങൾ റൂമിൽ തന്നെ പോവാൻ നിന്നപ്പോൾ അവിടെ ഒരു അറബി ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം അവിടെ നിന്ന് ഈത്തപ്പഴം വാങ്ങുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു കൊട്ട ഉണ്ട് കേട്ടോ, ഒരു പെട്ടി, കൊട്ട പോലത്തെ ഒരു പെട്ടി. ആ പെട്ടി നിറയെ അതിൽ ഈത്തപ്പഴമാണ്. ആ ഈത്തപ്പഴം എടുത്തുകാണ്ട് ഞങ്ങൾ നേരെ കണ്ട് ചൂണ്ടിയിട്ട് ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞു, അത് വാങ്ങാൻ പറഞ്ഞു. ഞാൻ ആകെ അന്തം വിട്ട്, എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ താത്താനോട് പറഞ്ഞ് എന്താ ഇത് ഇങ്ങനെ ചോദിച്ചപ്പോൾ താത്ത പറഞ്ഞ് നമ്മളോട് വാങ്ങാനാണ് പറയണതെന്ന്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ, ഒരു പെട്ടി നിറയെ നമുക്ക് ഈത്തപ്പഴം കിട്ടുമെന്നൊന്നും. ഒരു ഈത്തപ്പഴത്തിനെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളേനു കേട്ടോ. പക്ഷേ പടച്ചവൻ നമുക്ക് ഒരു പെട്ടി നിറയെ ഈത്തപ്പഴമാണ് തന്നിട്ടുള്ളത്. അതും നല്ല മധുരം വേറിയിട്ടുള്ള സൂപ്പർ ഈത്തപ്പഴമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പെട്ടി ഈത്തപ്പഴം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കേട്ടോ കഴിച്ചത്. നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ.